കാവ്യന്ന് ഇങ്ങനെ കരയാതെ, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോവല്ലേ, കൊച്ചിനെ നമുക്ക് കിട്ടും. ചേട്ടാ ഞാൻ അന്നേരം പറഞ്ഞല്ലേ പിള്ളേരെ പിടിപ്പവരൊക്കെ ഇറങ്ങിയെന്ന് വെക്കേഷനായിട്ട്. മോളെ നീ കരയാതെ മോളെ, കാവ്യ മോളെ കരയാതിരിക്കുക. അച്ഛാ എനിക്ക് പേടിയാവുന്ന അച്ഛാ. നിങ്ങൾ പേടിക്കാതിരിക്കുക, ഇപ്പൊ എത്തും പോലീസ് സ്റ്റേഷനിൽ. നമ്മൾ അവിടെ എല്ലാം നോക്കിയതല്ലേ, ഇനി എന്ത് ചെയ്യും? നിങ്ങൾ കരയാതിരിക്കുക, നിങ്ങൾ കാറിൽ തന്നെ ഇരുന്നാ മതി, ഞാൻ ഇറങ്ങാം. വേണ്ട ചേട്ടാ, ഞാനൂടെ വരാം. ഹലോ, പറ ആരാ? ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. ആരാ ചേട്ടാ? പെട്ടെന്ന് കാറിൽ കയറി, ഞാൻ പറയാം. ചേട്ടാ അപ്പൊ കേസ് കൊടുക്കണ്ടേ? നമ്മുടെ കൊച്ചിന്റെ കാര്യത്തിന് തന്നെ പോകുന്നു, നീ പെട്ടെന്ന് കാറിൽ കയറ്. ചേട്ടാ എങ്ങോട്ടാ പോന്നെങ്കിലും ഒന്ന് പറ ചേട്ടാ. അതൊക്കെ പറയാം, ഇപ്പൊ എത്തുമല്ലോ അവിടെ. അച്ഛാ എവിടെ അച്ഛാ പോന്നെ? അപ്പുവിനെ കണ്ടില്ലല്ലോ, നമ്മള് കേസ് കൊടുക്കണ്ടേ? അതൊക്കെ പറയാം മോളെ, നിങ്ങൾ സമാധാനത്തിൽ ഇരിക്കുക. നമ്മൾ അപ്പൂനെ കാണാൻ തന്നെയാ പോകുന്നത്. ചേട്ടാ ആരാ വിളിച്ചത്? എന്താ അപ്പു എവിടെ ഉണ്ട്? എന്തിനാ ചേട്ടാ നമ്മളെ ബീച്ചിൽ തന്നെ വന്നത്? ഇവിടെ അപ്പു ഉള്ളത്, ഇപ്പൊ വരും അപ്പു. അമ്മ, അച്ഛാ. മോനെ അപ്പു, മോൻ എവിടായിരുന്നു മോനെ? ഇത്ര സമയം അമ്മ പേടിച്ചു പോയി. അമ്മ, നിങ്ങൾ എന്തിനാ അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയത്? മോനോട് അമ്മ പറഞ്ഞിട്ടില്ലേ എവിടെ ഒറ്റയ്ക്ക് പോവരുതെന്ന്? എടി ചേച്ചി, നീ എന്താ എന്റെ കൂടെ വരാഞ്ഞത്? നീ അല്ലേ എന്നെ വിളിക്കാതെ ഓടിപ്പോയത്? നീ എന്തിനാ പോയത്? മോനെ എന്താ പറ്റിയത്? അമ്മ, അച്ഛാ, ഈ മാമനെ എന്നെ രക്ഷിച്ചത്. സത്യത്തിൽ എന്തോ പറ്റിയത്? നന്ദിയുണ്ട് എന്റെ കൊച്ചിനെ രക്ഷിച്ചതിന്. ഹലോ ചേട്ടാ, എൻ്റെ പേര് ലൂസി. ഞാനിവിടെ ഇരുന്നപ്പം ഈ കുഞ്ഞിവിടെ നിന്ന് കരയുമായിരുന്നു. അങ്ങനെ ഞാൻ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛനും അമ്മയും ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞ് കരയായിരുന്നു. അങ്ങനെ ഞാൻ നമ്പർ അറിയാമെന്ന് ചോദിച്ചപ്പോൾ നമ്പർ പറഞ്ഞു തന്ന്, അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. വേറൊന്നും എനിക്കറിയില്ല ചേട്ടാ. താങ്ക്സ് ചേച്ചി, എന്റെ അച്ഛനെ അമ്മയെ വിളിച്ചു തന്നേന്. ഓ താങ്ക്സ് ഒന്നും വേണ്ട മോനെ. ശരിയെങ്കിൽ ഞാൻ പോവാ. നന്ദിയുണ്ട് എൻ്റെ മോനെ രക്ഷിച്ചതിന്. താങ്ക്സ് ചേച്ചി. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോവാ. ചേട്ടാ ചേച്ചി, മോനെ മോളെ, ഞാൻ പോവാണേ. ശരി ചേച്ചി, ടാറ്റാ. ബാ മോനെ, എങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം. അച്ഛാ നമുക്ക് വീട്ടിൽ പോവാം. എടി ചേച്ചി, ഇനിയെങ്കിലും നീ ഒന്ന് ചിരിക്കേ. മതിയോടാ, ഇങ്ങനെ ചിരിച്ചാ മതിയോ? അയ്യേ, ഇതിലും പേരെ നീ ചിരിക്കാതിരിക്കുന്നതായിരുന്നു. നീ വാടാ. ഈ പിള്ളേരെ ഒരു കാര്യം.